നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ് ചക്കാവിയൽ. ചക്കാവിയൽ തയ്യാറാക്കാനായിട്ട് ഞാൻ ചക്കച്ചുളയുടെ കൂടെ ചക്കക്കുരുവും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരുവും കൂടെ അരിഞ്ഞിട്ട് വയ്ക്കുമ്പോഴായിരിക്കും ചക്കാവിയലിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അതുപോലെ ചക്കക്കുരു നമുക്ക് ചക്കയുടെ കൂടെ വേവിക്കാൻ പറ്റത്തില്ല. അത് ആദ്യം വേവിച്ചതിന് ശേഷം വേണം ചക്ക ചേർക്കാനായി. ചക്കക്കുരുവിന് അല്പം വേവ് കൂടുതലുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 കഷ്ണം ചക്കയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിൽ നിന്ന് ആ ചക്കച്ചുള പ്രത്യേകം എടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ആ കുരുവും പ്രത്യേകം എടുക്കാം. ഇത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അവിയലായിട്ടാണല്ലോ നമ്മൾ വയ്ക്കുന്നത്. ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ചക്കക്കുരുവും അതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചക്കക്കുരു പ്രത്യേകം തന്നെ വേവിച്ചെടുക്കണം. വേവ് അല്പം കൂടുതലാണ് ചക്കയേക്കാളും. അതുകൊണ്ട് ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചതിന് ശേഷം പകുതി മുക്കാലോളം വെന്തതിന് ശേഷം നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അരച്ച് ചേർക്കേണ്ട കൂട്ടൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 വെളുത്തുള്ളി അല്ലി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 4 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഞാനിവിടെ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ അരപ്പ് ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. വറ്റൽമുളകും വെളുത്തുള്ളി ജീരകവും തേങ്ങയെല്ലാം ചേർത്ത് നല്ല അരച്ച് അമ്മി കഴുകിയ വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കാം. ഒരു പകുതിയോളമേ വെന്തിട്ടുള്ളൂ. അത് പോരാ, കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടണം. വെള്ളവും കൂടെ അല്പം ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളവും വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ അരിഞ്ഞ ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെയാണ് നാം കൂട്ടും കൂടെ ചേർക്കുന്നത്. കൂട്ടും കൂടെ ചേർത്ത് കലക്കിയാണ് നമ്മൾ ചക്കാവിയൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ചക്കയും ചക്കക്കുരുവും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം പോരാ, ചക്ക വേകാനായിട്ടുള്ള ആവശ്യമുള്ള വെള്ളം വേണം. എനിക്കിപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ള ചക്കയ്ക്കാണെങ്കിൽ അല്പം വേവ് കൂടുതലുള്ളതാണ്. ദശക്കട്ടിയുള്ള ചക്കയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതത്ര കനമുള്ള ചക്കയല്ല. അതുകൊണ്ട് ഞാനൊരല്പം വെള്ളം കൂടുതൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ചക്കയുടെ ഇതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊള്ളുക. ഇപ്പോൾ ഞാനിത് ഇത്രയും വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചക്കക്കുരുവിന് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ അവിയലിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഇപ്പോൾ ഒരു പകുതിയോളം വെള്ളം വറ്റിയിട്ടുണ്ട്. അതുപോരാ, കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ചക്ക വെന്തും കിട്ടാനുണ്ട്. ഇപ്പോൾ പാകത്തിന് ചക്ക വെന്ത് വെള്ളമൊക്കെ വറ്റി സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ചക്ക വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. തീ ഓഫാക്കാം. വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണമെങ്കിൽ മാത്രമാണ് അവിയലിന് ആ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ വളരെ രുചികരമായ നമ്മുടെ നാടൻ അവിയലായ ചക്ക അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അവിയലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് മരിച്ചിനിയും മീനും കൂടെ നമ്മൾ കഴിക്കില്ലേ, അതുപോലെ തന്നെ ഈ ചക്കയും മീനുമായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണത്. അപ്പോൾ നല്ല സ്വാദുള്ള നമ്മുടെ ഈ ചക്ക അവിയൽ നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള നാടൻ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.